അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 12 വെള്ളിയാഴ്ച. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള വികസനാധ്യായത്തിൽ പുതിയ ഏടാണ് വിഴിഞ്ഞമെന്നും ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ലോബികൾക്കെതിരെ ഒന്നായി പോരാടിയതിന്റെ ഫലമാണിതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം മദർ പോർട്ടായി മാറുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ലെന്നും ഇത് ഒന്നാം ഘട്ടം മാത്രമാണെന്നും വിശദമാക്കി. വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടനവേളയിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും VS അച്യുതാനന്ദനെയും പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇടത് സർക്കാരുകളുടെ മികവിനെ പുകഴ്ത്തിയ വേളയിൽ VS അച്യുതാനന്ദന്റെ പേരും പിണറായി സൂചിപ്പിച്ചില്ല. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ സഹകരണത്തിനടക്കം നന്ദി അറിയിച്ച മുഖ്യമന്ത്രി മുൻ ഇടതുപക്ഷ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും പ്രത്യേകം അഭിനന്ദിക്കുകയും പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു. അതേസമയം VN വാസവനും കരൺ അദാനിയും വിൻസെന്റും പ്രസംഗങ്ങളിൽ ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിടാൻ കഴിഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമാണെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ അത്യന്തികമായി ശ്രമിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നാണ് കോവളം MLAയും കോൺഗ്രസ് നേതാവുമായ വിൻസെന്റ് ചടങ്ങിൽ പറഞ്ഞത്. ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തുവെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിന് സ്വീകരണം നൽകുന്ന പരിപാടിയിൽ അധ്യക്ഷപ്രസംഗം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കവി പാലാ നാരായണൻ നായരുടെ കവിത ചൊല്ലി ആരംഭിച്ച പ്രസംഗത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ നാൾവഴികൾ അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം തനിക്ക് ദുഃഖപുത്രിയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ. അന്നും ഇന്നും ഉമ്മൻചാണ്ടിയാണ് ശരിയെന്നും മറിയാമ്മ ഉമ്മൻ ചൂണ്ടിക്കാട്ടി. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് വേണമെന്ന് ആഗ്രഹമില്ലെന്നായിരുന്നു മകൻ ചാണ്ടി ഉമ്മൻ MLAയുടെ പ്രതികരണം. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേകമായി പേരിടണമെന്ന് ആഗ്രഹമില്ലെന്നും ജനമനസ്സിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ പേരിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം പൂർത്തീകരിച്ച സർക്കാരിന് നന്ദിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തൂലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് സ്പീക്കറുടെ ഫേസ്ബുക്ക് കുറിപ്പ്. വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണെന്നും ഷംസീർ കുറിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ഓൺലൈൻ മീറ്റിംഗിൽ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെ അനധികൃതമായി മീറ്റിംഗിൽ കയറി ചീത്ത വിളിച്ച സൈബർ സെൽ SIമാരായ പ്രജീഷ്, സജി ഫിലിപ്പ് എന്നിവർക്കെതിരെ നടപടിയുണ്ടാകും. പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാനായി യൂണിയൻ ഒന്നും ചെയ്യുന്നില്ലെന്നാരോപിച്ചായിരുന്നു ചീത്തവിളി. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്ഷേമ പെൻഷനും സിവിൽ സപ്ലൈസും കാരുണ്യക്കുമാണ് ഇനി ആദ്യ പരിഗണനകളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ച് പണച്ചെലവ് പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മറികടക്കാനുള്ള പ്ലാൻ ബിയുടെ ഭാഗമാണ് സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ. വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ സ്വയം വിരമിച്ചു. വിനോദ് കുമാർ നൽകിയ VRS അപേക്ഷ സർക്കാർ അംഗീകരിച്ചു. അമേരിക്കയിൽ പഠിപ്പിക്കാൻ പോകാനായി സർവീസ് കാലാവധി ഇനിയും ബാക്കി നിൽക്കെയാണ് സ്വയം വിരമിച്ചത്. അമേരിക്കയിലെ നോർത്ത് കരോലിന സർവകലാശാലയിലെ പ്രൊഫസറായാണ് അദ്ദേഹത്തിന് നിയമനം ലഭിച്ചിട്ടുള്ളത്. അവധിയപേക്ഷ നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഇതോടെ സ്വയം വിരമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. മോഹമുയരുന്നിതാ എന്റെ ആശകൾ
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ചർച്ച് ബിൽ സഭയെ സംബന്ധിച്ച് കാര്യമുള്ളതല്ലെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. ഏത് മന്ത്രിസഭയോ ഏത് സർക്കാരോ ബില്ല് കൊണ്ടുവന്നാലും സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. എല്ലാത്തിനെയും നേരിടാനുള്ള കരുത്ത് സഭയ്ക്കുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്ക് രാഷ്ട്രീയ സഹായമല്ല ആവശ്യം. സഭയ്ക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സഭയുടെ ഭരണഘടനയും അത് അംഗീകരിച്ചുറപ്പിച്ച സുപ്രീംകോടതി വിധിയും അംഗീകരിക്കാനും നടപ്പാക്കാനും തയ്യാറുള്ള ആരോടും സംസാരിക്കാൻ തയ്യാറാണ്. അത് അംഗീകരിക്കാത്ത ആരോടും സംസാരിക്കാൻ സഭയ്ക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്തയിൽ വീണ്ടും ചേരിപ്പോര്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ജീവിത സന്ദേശം അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിക്കുന്നതിന്റെ പേരിലാണ് ഇടത് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായത്. ഇത് തടയിട്ട സമസ്താധ്യക്ഷൻ രണ്ടു കൂട്ടരുടെയും സ്വാഗത സംഘങ്ങൾ പിരിച്ചുവിട്ടു. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം പത്തനംതിട്ട കൊടുമണ്ണിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ആക്ഷൻ കമ്മിറ്റി. നാളെ വൈകിട്ട് ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന ബഹുജന കൺവെൻഷൻ നടക്കും. കൊടുമണ്ണിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന് 1200 ഹെക്ടറിലധികം സ്ഥലമുണ്ട്. റബ്ബർ വിലയിടിവ് കോർപ്പറേഷനെ നഷ്ടത്തിലാക്കിയ സാഹചര്യത്തിൽ ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാതെ സാമ്പത്തിക ബാധ്യതയില്ലാതെ സർക്കാരിനെ കൊടുമണ്ണിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് ഓടിയ ടാക്സി വാഹനങ്ങൾക്ക് പണം നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 25,000-ഓളം വാഹനങ്ങൾക്കാണ് വാടക കുടിശ്ശികയുള്ളതെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ 20 മണ്ഡലങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങൾക്കായി കമ്മീഷൻ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തിരുന്നു. പണം കിട്ടാതായതിനെ തുടർന്ന് അതാത് മണ്ഡലങ്ങളിലെ വരണാധികാരികളെ ടാക്സി തൊഴിലാളികൾ ബന്ധപ്പെട്ടപ്പോൾ കമ്മീഷൻ നേരിട്ടാണ് നടപടിയെടുക്കേണ്ടത് എന്നായിരുന്നു മറുപടി. എന്നാൽ ഫയൽ മാറാനുള്ള കാലതാമസമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സീഡിറ്റ് ഡയറക്ടർ ജി ജയരാജിന് വീണ്ടും കാലാവധി നീട്ടി നൽകി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയരാജിനെ കാലാവധി നീട്ടി നൽകുന്നത്. ജയരാജിനു വേണ്ടി ഡയറക്ടറുടെ യോഗ്യത മാറ്റിയെഴുതിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു. രജിസ്ട്രാർ പദവിയിൽ നിന്നും വിരമിച്ച ശേഷം വീണ്ടും ഡയറക്ടറായി നിയമനം നൽകുകയായിരുന്നു. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി.എൻ. സീമയുടെ ഭർത്താവാണ് ജയരാജ്. നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. അതോടൊപ്പം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂർ തേവര പാലം ഇന്ന് രാത്രി അടയ്ക്കും. രാത്രി 11 മണി മുതലാണ് പാലം അടയ്ക്കുന്നത്. മേഖലയിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിലേക്ക് വാഹനങ്ങളൊന്നും കയറ്റിവിടില്ല. സംസ്ഥാന സർക്കാർ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് വീണ്ടും ഓടിത്തുടങ്ങി. ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയ ബസ് യാത്രക്കാരില്ലാത്തതിനാൽ ഓട്ടം നിർത്തിയിരുന്നു. വെറും 8 റിസർവേഷൻ ടിക്കറ്റുമായി ഇന്ന് നവകേരള ബസ് ബാംഗ്ലൂരുവിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ബുക്കിംഗ് ഇല്ലാത്തതിനാൽ ഇന്നലെയും മിനിഞ്ഞാന്നും ബസ് ഓടിയിരുന്നില്ല. ഇതിലും നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും കെജ്രിവാൾ ജയിലിൽ തുടരും. സിബിഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ. അതോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം അരവിന്ദ് കെജ്രിവാളിനെ വിടുന്നുവെന്നും സുപ്രീംകോടതി അറിയിച്ചു. ഇന്ത്യയിൽ നിലവിൽ 145 കോടിയാണ് ജനസംഖ്യയെന്നും എന്നാൽ 2061 ജനസംഖ്യ 160 കോടിയാകും എന്നും UN റിപ്പോർട്ട്. 2085 ചൈനയുടെ ഇരട്ടിയാകും ഇന്ത്യയിലെ ജനസംഖ്യയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2021 സെൻസസ് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കോവിഡ് മഹാമാരി കാരണമാണ് ആദ്യം സെൻസസ് മാറ്റിവെക്കുകയാണെന്ന പ്രഖ്യാപനം വന്നത്. പിന്നീടും സെൻസസ് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന കാര്യത്തിലെ കാരണങ്ങൾ വ്യക്തമല്ല.
കന്നഡ നടിയും ബിഗ് ബോസ് താരവും അവതാരകയുമായ അപർണ വസ്തരെ അന്തരിച്ചു. 57 വയസ്സുണ്ടായിരുന്ന അപർണ അർബുദത്തിന് ചികിത്സയിലായിരുന്നു. വാത്മീകി കോർപ്പറേഷൻ അഴിമതി കേസിൽ കർണാടക മുൻമന്ത്രി ബി നാഗേന്ദ്ര ഇഡി കസ്റ്റഡിയിൽ. ഗോത്രവിഭാഗങ്ങൾക്കുള്ള സർക്കാർ ഫണ്ട് വാത്മീകി കോർപ്പറേഷൻ വഴി തിരിമറി നടത്തിയെന്നതാണ് നാഗേന്ദ്രയ്ക്കെതിരായ കേസ്. മന്ത്രി നേരിട്ടാണ് ഫണ്ട് തിരിമറി നടത്താൻ നിർദ്ദേശിച്ചതെന്നും തന്നെ ബലിയാടാക്കിയെന്നും കുറിപ്പെഴുതിവെച്ച് വാൽമീകി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ബി നാഗേന്ദ്രയ്ക്ക് മന്ത്രി പദവി രാജിവെക്കേണ്ടി വന്നത്. പാകിസ്ഥാനിലെ പെഷവാർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ സൌദി വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചു. റിയാദിൽ നിന്ന് പോയ സൌദി എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്താവളത്തിൽ ഇറങ്ങി റൺവേയിലൂടെ ഓടുന്നതിനിടെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ നിന്ന് തീയും പുകയും ഉയരുകയായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് സൌദി എയർലൈൻസ് അധികൃതർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വീണ്ടും നാക്കുപിഴ. നാറ്റോ സമ്മേളനത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ പ്രസിഡന്റ് പുടിൻ എന്നാണ് ബൈഡൻ അഭിസംബോധന ചെയ്തത്. കമല ഹാരിസിനെയാകട്ടെ ട്രംപ് എന്നാണ് വിളിച്ചത്. തെറ്റ് മനസ്സിലാക്കി ഉടൻ തിരുത്തി എങ്കിലും ഇത് വലിയ വാർത്തയാവുകയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.